DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഏപ്രിൽ 20 തിങ്കൾ. ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക. ആദ്യത്തെ അറിയിപ്പ്, സംസ്ഥാനത്ത് ഇന്ന് ഉയർന്ന താപനില മുന്നറിയിപ്പ് എത്തിയിരിക്കുകയാണ്. ജാഗ്രതയുടെ ഭാഗമായി 12 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പാലക്കാട് ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്നത്. ഇന്ന് ജില്ലയിൽ ഉയർന്ന താപനില 40 ഡിഗ്രി വരെ രേഖപ്പെടുത്താൻ സാധ്യതയെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കൊല്ലം ജില്ലയിൽ ഉയർന്ന താപനില 39 ഡിഗ്രി സെൽഷ്യസ് വരെയും, കോട്ടയം ജില്ലയിൽ 38 ഡിഗ്രി സെൽഷ്യസ് വരെയും, ആലപ്പുഴ, പത്തനംതിട്ട, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ 37 ഡിഗ്രി സെൽഷ്യസ് വരെയും രേഖപ്പെടുത്തുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. തിരുവനന്തപുരം ജില്ലയിൽ 36 ഡിഗ്രി സെൽഷ്യസ് വരെയും ചൂടുയരാൻ സാധ്യതയെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഉയർന്ന താപനിലയും ഈർപ്പവുമുള്ള വായുവും കാരണം ഈ ജില്ലയിൽ മലയോര മേഖലകളിലൊഴികെ ചൂടും അസ്വസ്ഥതയുമുള്ള കാലാവസ്ഥയ്ക്ക് സാധ്യതയുണ്ട്. അടുത്തറിയിപ്പ്, സംസ്ഥാനത്ത് സ്വർണ്ണവില ഇന്ന് കുറഞ്ഞിരിക്കുകയാണ്. പവന് 360 രൂപയാണ് കുറഞ്ഞിരിക്കുന്നത്. 1,13,880 രൂപയാണ് ഒരു പവൻ സ്വർണത്തിന്റെ ഇന്നത്തെ വില. ഗ്രാമിന് ആനുപാതികമായി 45 രൂപയാണ് കുറഞ്ഞത്. 14,235 രൂപയാണ് 1 ഗ്രാം സ്വർണത്തിന്റെ ഇന്നത്തെ വില. അടുത്തറിയിപ്പ്, കേരളത്തിൽ അനുഭവപ്പെടുന്ന കനത്ത ചൂടിനെ തുടർന്ന് വൈദ്യുതി ഉപയോഗം റെക്കോർഡ് നിലയിലേക്ക് ഉയർന്നിരിക്കുകയാണ്. ചരിത്രത്തിലെ തന്നെ ഏറ്റവും ഉയർന്ന പ്രതിദിന ഉപയോഗമായ 117.15 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതിയാണ് കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയത്. ഈ സാഹചര്യത്തിൽ സംസ്ഥാനത്ത് പവർ കട്ടിനോ ലോഡ് ഷെഡിങ്ങിനോ സാധ്യതയുണ്ടെന്ന് വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. നിലവിലെ പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി പുറത്തുനിന്ന് യൂണിറ്റിന് 10 രൂപ വരെ ഉയർന്ന നിരക്കിൽ വൈദ്യുതി വാങ്ങാനാണ് സർക്കാരിന്റെ നീക്കം. അടുത്തറിയിപ്പ്, ബാങ്കിന്റെയോ പേയ്മെന്റ് പ്രൊവൈഡറുടെയോ ഭാഗത്തു നിന്നുണ്ടാകുന്ന സുരക്ഷാ വീഴ്ചകളോ സാങ്കേതിക പിഴവുകളോ മൂലം ഉപഭോക്താവിന് പണം നഷ്ടമായാൽ അവർക്ക് പൂർണ്ണമായ നഷ്ടപരിഹാരം ഉറപ്പാക്കുന്ന പുതിയ മാർഗനിർദ്ദേശങ്ങൾ RBI കർശനമാക്കിയിട്ടുണ്ട്. 2026 ജൂലൈ 1 മുതൽ പൂർണ്ണമായി പ്രാബല്യത്തിൽ വരുന്ന ഈ പരിഷ്കരിച്ച നിയമപ്രകാരം ബാങ്കിന്റെ ഭാഗത്തു നിന്നുള്ള വീഴ്ചയാണെങ്കിൽ ഉപഭോക്താവ് പണം നഷ്ടപ്പെട്ട വിവരം റിപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ പോലും ആ തുക തിരികെ നൽകാൻ ബാങ്ക് ബാധ്യസ്ഥരാണ്. കൂടാതെ ബാങ്കിന്റെയോ ഉപഭോക്താവിന്റെയോ ഭാഗത്തല്ലാതെ സിസ്റ്റത്തിൽ സംഭവിക്കുന്ന മറ്റ് സുരക്ഷാ ലംഘനങ്ങൾ മൂലം പണം നഷ്ടപ്പെടുകയും അത് 5 ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്താൽ നഷ്ടപ്പെട്ട തുകയുടെ 85% വരെയോ അല്ലെങ്കിൽ പരമാവധി 25,000 രൂപ വരെയോ നഷ്ടപരിഹാരമായി ലഭിക്കാനുള്ള പുതിയ സംവിധാനവും RBI നിർദ്ദേശിച്ചിട്ടുണ്ട്. സൈബർ തട്ടിപ്പുകളിൽ ബാങ്കിന് ഉത്തരവാദിത്തമില്ലെന്ന് തെളിയിക്കേണ്ട ബാധ്യത ഇനി ബാങ്കുകൾക്കായിരിക്കും. എന്നാൽ OTP അല്ലെങ്കിൽ പിൻ നമ്പർ പങ്കുവെക്കുന്നത് പോലുള്ള ഉപഭോക്താവിന്റെ ഭാഗത്തു നിന്നുള്ള അശ്രദ്ധ മൂലം പണം നഷ്ടപ്പെട്ടാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഉപഭോക്താവിനായിരിക്കുമെന്നും RBI വ്യക്തമാക്കി. അടുത്തറിയിപ്പ്, സംസ്ഥാനത്ത് വേനൽക്കാലത്ത് സ്കൂളുകളിലും ട്യൂഷൻ സെന്ററുകളിലും ക്ലാസ് നടത്തുന്നത് വിലക്കിക്കൊണ്ടുള്ള സർക്കാർ കോടതി ഉത്തരവുകൾ കർശനമായി പാലിക്കണമെന്ന് ബാലാവകാശ കമ്മീഷന്റെ ഉത്തരവ് എത്തിയിരിക്കുകയാണ്. ഇത് ലംഘിക്കുന്ന സ്കൂളുകൾക്കും സ്ഥാപനങ്ങൾക്കുമെതിരെ നടപടിയെടുത്ത് 15 ദിവസത്തിനുള്ളിൽ അറിയിക്കണമെന്നും കമ്മീഷൻ ചെയർപേഴ്സൺ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ പഠന പിന്തുണ ക്ലാസുകളുടെ സമയക്രമം സർക്കാരിന്റെയും കോടതിയുടെയും മുൻ ഉത്തരവിന് വിരുദ്ധമാണെന്നും കമ്മീഷൻ നിരീക്ഷിച്ചു. 5 മുതൽ 9 വരെയുള്ള ക്ലാസുകൾക്കുള്ള പഠന പിന്തുണ ക്ലാസുകൾ 9:30 മുതൽ 12:30 വരെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഈ ക്ലാസുകൾ രാവിലെ 10:30 അവസാനിപ്പിക്കുന്ന തരത്തിൽ ക്രമപ്പെടുത്തണമെന്നും നിർദ്ദേശമുണ്ട്. CBSE, ICSE സ്കൂളുകളും കേന്ദ്രീയ വിദ്യാലയങ്ങളും ഹൈക്കോടതി വിധി പ്രകാരം രാവിലെ 7:30 മുതൽ 10:30 വരെ ക്ലാസുകൾ ക്രമപ്പെടുത്തണം. ട്യൂഷൻ സെന്ററുകളുടെ പ്രവർത്തനവും 7:30 മുതൽ 10:30 വരെയാക്കണം. ഇത് പോലീസും വിദ്യാഭ്യാസ വകുപ്പ് അധികൃതരും ഉറപ്പുവരുത്തണം. പ്രൈമറി മുതൽ ഹയർ സെക്കൻഡറി വരെയുള്ള ക്ലാസുകൾക്കാണ് ഉത്തരവ് ബാധകമാകുക. വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക.